നമസ്കാരം. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും ഇപ്പോഴും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരുപാട് അനാചാരങ്ങളും മതപരമായ ചടങ്ങുകളുമൊക്കെ തന്നെ നിലവിലുണ്ട്. ഇത്തരത്തിൽ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലുമുള്ള ഒരു ചടങ്ങാണ് പുരുഷന്മാരുടെ ദീക്ഷ നൽകൽ ചടങ്ങ്. ദീക്ഷ നൽകൽ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മതപാഠശാലകളിൽ പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് അവരുടെ ആ ഒരു അംഗീകാരം നൽകുന്നൊരു ചടങ്ങ് എന്നാണ് വെപ്പ്. സാധാരണഗതിയിൽ ഇവരെയൊക്കെ തന്നെ നേരത്തെ ഈ മതപാഠശാലകൾ അയക്കുന്ന കാലത്ത് അവരേതാണ്ട് ഒറ്റപ്പെട്ട ജീവിതമായിരിക്കും നയിക്കുക. സമൂഹമെന്ന് വലിയ ബന്ധം കാണുകയില്ല. എന്നാൽ പിന്നീട് ഈ ഒരു ചടങ്ങ് കഴിയുന്നതോടെ അത് അവരുടെ പഠനം പൂർത്തിയാക്കി അവർക്ക് ദീക്ഷ നൽകൽ എന്ന് പറയുന്നത് അവർ ആത്മീയമായി മതപാഠശാലയൊക്കെ നടത്താൻ തക്ക യോഗ്യത നേടി പുറത്തിറങ്ങുന്ന ഒരു രീതിയാണ് ഇത്. പക്ഷേ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് പല അനാചാരങ്ങളും ഇപ്പോഴും ആഫ്രിക്കയിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഒന്നാണ് പുരുഷന്മാർക്ക് സുന്നത്ത് കർമ്മം അഥവാ ചേലാകർമ്മം നടത്തുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇത്തരത്തിൽ ഈ ദീക്ഷ നൽകലുമായി ബന്ധപ്പെട്ട് നടന്ന ഈ സുന്നത്ത് കർമ്മത്തിൽ ഏതാണ്ട് 41ഓളം യുവാക്കൾ മരിച്ചു എന്നാണ്. മരിച്ചതിൻ്റെ കാരണം ഇവർ സുന്നത്ത് ചെയ്യാനും മറ്റും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ തന്നെ വളരെ തുരുമ്പെടുത്ത് പഴകിയ കത്തിയും ബ്ലേഡുമൊക്കെയാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് യുവാക്കളിൽ സുന്നത്ത് നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഒരുപക്ഷെ അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ 41 യുവാക്കളാണ് മരിച്ചത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. ഇതിൽ ഒരു പ്രവിശ്യയിൽ മാത്രം 21 പേരാണ് മരിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. അവിടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരുപാട് മതപാഠശാലകളുണ്ട്. ഇവിടങ്ങളിൽ കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ ഒന്നിൽ 16 വയസ്സ് അല്ലെങ്കിൽ 16 വയസ്സിന് മുകളിലുള്ളവരായിരിക്കണം. പക്ഷേ പലപ്പോഴും സംഭവിക്കാറുള്ളത് മാതാപിതാക്കൾ തന്നെ കള്ള പ്രായം കാണിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, വ്യാജ സർട്ടിഫിക്കറ്റുകൾ കാണിച്ച് ഇവരെ അവിടെ പ്രവേശിപ്പിക്കുന്നു എന്നുള്ളതാണ്. കുറേ കഴിയുമ്പോൾ ഇവർ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർക്ക് അവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങാൻ കഴിയും എന്നുള്ളതാണ് മാതാപിതാക്കൾ ചിന്തിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇവിടങ്ങളിലൊക്കെ തന്നെ നല്ല തുക ഫീസായി നൽകേണ്ടതുണ്ട്. ഈ ഫീസിൻ്റെ ആകർഷണം കൊണ്ടാണ് യാതൊരു തരത്തിലും അംഗീകാരമില്ലാത്ത മതപാഠശാലകൾ ഇവിടെ എല്ലാം തന്നെ കൂണുപോലെ ഉയർന്നു വരുന്നത്. പക്ഷേ ഇവിടെ സർക്കാർ അംഗീകരിച്ച മതപാഠശാലകളെക്കാളും ഫീസ് കുറവായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ മാതാപിതാക്കൾ പലപ്പോഴും ഇതൊന്നും അന്വേഷിക്കുക പോലും ചെയ്യാതെ കുട്ടികളെ കൊണ്ടിവിടെ പ്രവേശിപ്പിക്കുന്നുണ്ട്. ഇത്തരം മതപഠന കേന്ദ്രങ്ങളിലാണ് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ അതുപോലെ കൃത്യമായി സ്റ്റെറിലൈസേഷൻ ചെയ്യാത്ത കത്തിയും മറ്റും ഉപയോഗിച്ച് സുന്നത്ത് പോലെയുള്ള കർമ്മങ്ങൾ നടത്തുന്നത്. സ്വാഭാവികമായും അവിടെ ഇതിന് വിധേയരാകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലർക്കും ഗുരുതരമായ തോതിലുള്ള ടെറ്റനസ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ 41 പേർ മരിച്ചിരിക്കുന്നത്. ഏതായാലും ദക്ഷിണാഫ്രിക്കൻ സർക്കാർ കാര്യം വളരെ ഗൗരവത്തിലായി തന്നെ എടുത്തിട്ടുണ്ട്. ആഫ്രിക്കൻ സർക്കാർ പ്രതിനിധികൾ പറയുന്നത് ഇതിൻ്റെ പാതി ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കും ഉണ്ട് എന്നാണ്. കാരണം ഇത്തരം അനധികൃത സ്കൂളുകൾ നടത്തുന്ന ആളുകൾ മാത്രമല്ല, മാതാപിതാക്കൾ ഉത്തരവാദികളാണ്. കാരണം അവർ കൃത്യമായി അന്വേഷിച്ചിട്ട് വേണം അവിടെ പോയി കുട്ടികളെ ചേർക്കേണ്ടത്. ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇമാതിരിയുള്ള മതപഠന കേന്ദ്രങ്ങൾ നടത്തുന്നതിന് സർക്കാരിൻ്റെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഈ മതപാഠശാലകൾക്കാകട്ടെ പലതിനും രജിസ്ട്രേഷനോ അംഗീകാരമോ ഒന്നും തന്നെ ഇല്ലാത്തതാണ്. പക്ഷേ കുട്ടികളെ പഠിപ്പിച്ച് ഇറക്കുന്നുണ്ട്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ പുറത്തിറങ്ങി അവർ മതപരമായ കാര്യങ്ങളിൽ സജീവ സാന്നിധ്യമായി മാറുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പുറത്തുനിന്ന് കണക്ക് ഞെട്ടിക്കുന്നത് തന്നെയാണ്. കാരണം 41 പേർ, 41 ചെറുപ്പക്കാർ ഇത്തരത്തിൽ ഈ സുന്നത്തിൻ്റെ ഫലമായി മരിച്ചു എന്നുള്ളത് സർക്കാരിനെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി 40ലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ കുട്ടികളുടെ മാതാപിതാക്കൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ അവിടെ പ്രായം തെറ്റിച്ച് കാണിക്കാൻ വേണ്ടി വ്യാജരേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൂടി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇപ്പോൾ അച്ഛനമ്മമാരെയും കൂടി പ്രതി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇപ്പോഴും ഇത്തരത്തിലുള്ള പ്രാകൃതമായ മത രീതികൾ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നു എന്നുള്ളത് ഏവരെയും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദക്ഷിണാഫ്രിക്ക പോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വളരെ പുരോഗതി പ്രാപിച്ച, ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളോട് പോലും കിടപിടിക്കത്തക്ക രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് പോലും ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. ഒരുപക്ഷെ അവിടുത്തെ ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെ വിദ്യാഭ്യാസമില്ലായ്മ, അവർക്ക് ഈ മതബോധം കുറച്ച് കൂടുതലായതുമൊക്കെ ആകാം കുട്ടികളെ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള അംഗീകാരമില്ലാത്ത മതപഠനങ്ങളിൽ ചേർക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. മാത്രമല്ല ഈ ഇത്തരം സ്കൂളുകൾ, ഇത്തരം മതപാഠശാലകൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ വിദ്യാഭ്യാസ യോഗ്യത രജിസ്ട്രേഷനൊന്നും ഇല്ലാത്ത ആളുകൾ തന്നെയായിരിക്കും. അങ്ങനെയാണ് അവർ കുട്ടികളെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നതും ഒടുവിൽ അതിൻ്റെ അനിവാര്യമായ ദുരന്തത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്.